കാനഡയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും ഒരു ബിരുദത്തിന് 35 മുതൽ 65 ലക്ഷം രൂപ വരെ വേണം. പക്ഷേ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പഠനത്തിന്റെ ട്യൂഷൻ ഫീസ് ഏതാണ്ട് പൂജ്യമാണ്. കേട്ടാൽ ഒരു സ്വപ്നം പോലെ തോന്നും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ട്യൂഷൻ സൗജന്യം എന്നാൽ അവിടെ ജീവിക്കാൻ സൗജന്യം എന്നല്ല. ചില രാജ്യങ്ങളിൽ കാനഡയിലേക്കുള്ള ചെലവിന്റെ 10 കൊണ്ട് ഒരു യൂറോപ്യൻ ബിരുദം നേടാം. ഇന്ന് നമ്മൾ യൂറോപ്പിലെ 8 കുറഞ്ഞ ചെലവുള്ള രാജ്യങ്ങൾ നോക്കും. ഓരോന്നിന്റെയും കുറഞ്ഞ വില, പിന്നെ അതിന് പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന കെണിയും. ലളിതമായി ഓരോ കുടുംബത്തിനും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു കാര്യം ആദ്യമേ പറയട്ടെ. ട്യൂഷൻ ഫീസ് സൗജന്യമായാലും ചെലവുകൾ വേറെയുണ്ട്. താമസം, ഭക്ഷണം, ആരോഗ്യ ഇൻഷുറൻസ്, പിന്നെ ഏറ്റവും പ്രധാനം അവിടുത്തെ ഭാഷ പഠിക്കാനുള്ള സമയവും അധ്വാനവും. അതുകൊണ്ട് യഥാർത്ഥ ചെലവ് കണക്കാക്കാൻ ഒരു ലളിതമായ വഴിയുണ്ട്. ഒരു മാസത്തെ ജീവിത ചെലവ് പഠിക്കുന്ന വർഷങ്ങൾ കൊണ്ട് ഗുണിക്കുക. അതിനോടൊപ്പം ആദ്യമേ ബാങ്കിൽ കാണിക്കേണ്ട പണം കൂടി ചേർക്കുക. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും പഠിക്കുന്നതിനിടയിൽ ആഴ്ചയിൽ ഏകദേശം 20 മണിക്കൂർ വരെ ജോലി ചെയ്യാം. ഇത് ജീവിത ചെലവിന്റെ ഒരു ഭാഗം സ്വയം കണ്ടെത്താൻ സഹായിക്കും. പക്ഷേ ഈ വരുമാനം കൊണ്ട് മുഴുവൻ ചെലവും നടക്കില്ല എന്നോർക്കണം. അതൊരു കൈത്താങ് മാത്രമാണ്. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ രാജ്യവും നോക്കാം. ആദ്യം യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ രാജ്യം ജർമ്മനി. ജർമ്മനിയുടെ ഏറ്റവും വലിയ ആകർഷണം ഇതാണ്. സർക്കാർ യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പോലും ട്യൂഷൻ ഫീസ് ഇല്ല. ഏതാണ്ട് സൗജന്യം. കുറഞ്ഞ ചെലവും ലോകോത്തര എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവും ശക്തമായ വ്യവസായവുമാണ് കാരണം. അതുകൊണ്ട് തന്നെ ഇന്ന് ജർമ്മനിയിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അയക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പക്ഷേ ഇവിടെയാണ് ആദ്യത്തെ കെണി. വിസ കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 11 ലക്ഷം രൂപ, യൂറോയിൽ ഏകദേശം 12,000 ആദ്യമേ നിക്ഷേപിക്കണം. ഈ പണം ജർമ്മനിയിൽ എത്തിയതിനു ശേഷം ഓരോ മാസവും ഏകദേശം 1 ലക്ഷം രൂപ വീതം മാത്രമേ എടുക്കാൻ കഴിയൂ. അതായത് ട്യൂഷൻ സൗജന്യമാണെങ്കിലും കയ്യിൽ 11 ലക്ഷം രൂപ ഇല്ലാതെ ജർമ്മനിയിലേക്ക് പോകാൻ കഴിയില്ല. കൂടാതെ ഒരു മാസത്തെ ജീവിതച്ചെലവ് ഏകദേശം 80,000 മുതൽ 1.25 ലക്ഷം രൂപ വരെയാണ്. രണ്ടാമത്തെ കെണി ഭാഷയാണ്. ഇംഗ്ലീഷിൽ പഠിക്കാമെങ്കിലും നല്ലൊരു ജോലി കിട്ടാൻ ജർമ്മൻ ഭാഷ അറിഞ്ഞേ പറ്റൂ. പഠനശേഷം 18 മാസം അവിടെ തങ്ങി ജോലി അന്വേഷിക്കാം. ജർമ്മൻ ഭാഷ പഠിച്ചാൽ ഏകദേശം 2 വർഷം കൊണ്ട് സ്ഥിരതാമസത്തിലേക്ക് എത്താം. യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ വഴികളിലൊന്ന്. ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് ഐ.ടി മേഖലയിൽ ഒരു തുടക്കക്കാരൻ വർഷം ഏകദേശം 40 മുതൽ 50 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടും. ചുരുക്കത്തിൽ ജർമ്മൻ ഭാഷ പഠിക്കാൻ തയ്യാറാണെങ്കിൽ കുറഞ്ഞ ചെലവും നല്ല ശമ്പളവും ചേരുന്ന പടിഞ്ഞാറൻ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള രാജ്യമായി ജർമ്മനി മാറും. രണ്ടാമത്തെ രാജ്യം ഫ്രാൻസ്. ഇവിടെയും ട്യൂഷൻ ഫീസ് കുറവാണ്. സർക്കാർ യൂണിവേഴ്സിറ്റികളിൽ ഒരു വർഷത്തെ ട്യൂഷൻ ഏകദേശം 3000 മുതൽ 4000 യൂറോ വരെ, അതായത് ഏകദേശം 3 മുതൽ 4 ലക്ഷം രൂപ വരെ മാത്രം. കാനഡയിലും ബ്രിട്ടനിലും ഇത് ഏകദേശം 10 ഇരട്ടിയോളം വരും. പഠനശേഷം 2 വർഷം അവിടെ തങ്ങി ജോലി അന്വേഷിക്കാം. പക്ഷേ ഫ്രാൻസിന്റെ കെണിയും ഭാഷ തന്നെ. നല്ലൊരു ജോലി കിട്ടാൻ ഫ്രഞ്ച് ഭാഷ അറിയണം. അവിടുത്തെ സർക്കാർ നടപടിക്രമങ്ങളും അല്പം സങ്കീർണമാണ്. ചുരുക്കത്തിൽ കുറഞ്ഞ ചെലവും 2 വർഷത്തെ സമയവുമുണ്ട്. ഫ്രാൻസിൽ ഒരു നല്ല ജോലിക്ക് വർഷം ഏകദേശം 30 മുതൽ 40 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടും. പക്ഷേ ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഫ്രാൻസ് ശരിക്കും ഗുണം ചെയ്യൂ. മൂന്നാമത്തെ രാജ്യം നെതർലൻഡ്സ് അഥവാ ഹോളണ്ട്. ഇവിടെ ഒരു വലിയ സൗകര്യമുണ്ട്. മിക്ക കോഴ്സുകളും ഇംഗ്ലീഷിലാണ്. ഭാഷ ഒരു തടസ്സമല്ല. പക്ഷേ ഇത് കുറഞ്ഞ ചെലവുള്ള രാജ്യമല്ല. ട്യൂഷൻ ഒരു വർഷം ഏകദേശം 8 മുതൽ 28 ലക്ഷം രൂപ വരെ വരാം. പഠനശേഷം ഒരു വർഷം അവിടെ തങ്ങി ജോലി അന്വേഷിക്കാം. നെതർലൻഡ്സിന്റെ ഏറ്റവും വലിയ കെണി ഭാഷയോ ചെലവോ അല്ല, താമസമാണ്. അവിടെ വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ മുറികൾ കിട്ടാനില്ല. ആംസ്റ്റർഡാം പോലുള്ള നഗരങ്ങളിൽ ഒരു മുറിക്ക് മാസം 50,000 മുതൽ 80,000 രൂപ വരെ, അതും മാസങ്ങൾ കാത്തിരുന്നാൽ മാത്രം. പലരും അവിടെ എത്തുമ്പോൾ താമസിക്കാൻ ഒരിടം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഒരു നല്ല കാര്യം, ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കമ്പനികൾ ധാരാളമുണ്ട്. ശമ്പളവും നല്ലതാണ്. അതുകൊണ്ട് നെതർലൻഡ്സ് നല്ലതാണ്. പക്ഷേ പോകുന്നതിന് മുൻപ് താമസം ഉറപ്പാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. നാലാമത്തെ രാജ്യം സ്വീഡൻ. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും സുരക്ഷിതമായ ജീവിതത്തിനും പേരുകേട്ട രാജ്യം. പക്ഷെ പലരും കരുതുന്നത് പോലെ ഇത് സൗജന്യമല്ല. വിദേശ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഒരു വർഷം ഏകദേശം 7 മുതൽ 23 ലക്ഷം രൂപ വരെ വരും. ജീവിത ചെലവും ഉയർന്നതാണ്. തണുപ്പും കൂടുതലാണ്. നല്ല ജോലിക്ക് സ്വീഡിഷ് ഭാഷയും സഹായിക്കും. ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ഡിസൈൻ മേഖലയിൽ സ്വീഡൻ ലോകപ്രശസ്തിയുണ്ട്. സ്കോളർഷിപ്പ് കിട്ടുന്നവർക്ക് ഇത് മികച്ച തിരഞ്ഞെടുപ്പാണ്. പഠനശേഷം ഒരു വർഷം അവിടെ തങ്ങി ജോലി അന്വേഷിക്കാം. അഞ്ചാമത്തെ രാജ്യം ഫിൻലൻഡ്. ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യമെന്ന് അറിയപ്പെടുന്നു. ട്യൂഷൻ ഫീസ് 7 മുതൽ 18 ലക്ഷം രൂപ വരെയാണ്. പക്ഷേ ഒരു നല്ല കാര്യമുണ്ട്. ഇവിടെ സ്കോളർഷിപ്പുകൾ ധാരാളമുണ്ട്. നല്ല വിദ്യാർത്ഥികൾക്ക് ഫീസിന്റെ പകുതി മുതൽ മുഴുവൻ വരെ ഇളവ് കിട്ടാം.
പഠനശേഷം 2 വർഷം അവിടെ തങ്ങാം. ഫിൻലൻഡ് വിദ്യാഭ്യാസ നിലവാരത്തിൽ ലോകത്തിലെ മുൻനിരയിലാണ്, സുരക്ഷിതവുമാണ്. ചുരുക്കത്തിൽ ഫിൻലൻഡ് ശരിക്കും ലാഭകരമാകുന്നത് സ്കോളർഷിപ്പ് കിട്ടിയാൽ മാത്രമാണ്. അതിനായി നന്നായി ശ്രമിക്കണം. ഇനി കിഴക്കൻ യൂറോപ്പിലേക്ക്. ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ ചെലവ്. 6ാമത്തെ രാജ്യം പോളണ്ട്. കിഴക്കൻ യൂറോപ്പിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി കേന്ദ്രം. ട്യൂഷൻ ഒരു വർഷം ഏകദേശം 1.5 മുതൽ 5 ലക്ഷം രൂപ വരെ മാത്രം. ജീവിതച്ചെലവും കുറവാണ്. മാസം ഏകദേശം 37,000 മുതൽ 64,000 രൂപ വരെ. കോഴ്സുകൾ ഇംഗ്ലീഷിലുണ്ട്. ബിരുദം യൂറോപ്പിലാകെ അംഗീകരിക്കപ്പെട്ടതുമാണ്. കുറഞ്ഞ ബജറ്റുള്ള കുടുംബങ്ങൾക്ക് യൂറോപ്പിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വാതിലാണ് പോളണ്ട്. 7ാമത്തെ രാജ്യം ഹംഗറി. യൂറോപ്പിലെ ഏറ്റവും കുറഞ്ഞ ചെലവുള്ള രാജ്യങ്ങളിലൊന്ന്. ട്യൂഷൻ ഒരു വർഷം ഏകദേശം 1 മുതൽ 3 ലക്ഷം രൂപ വരെ. ഒരു പ്രത്യേക നേട്ടം കൂടിയുണ്ട്. ഹംഗറി സർക്കാർ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പ് നൽകുന്നു. അതിൽ ട്യൂഷനും കുറച്ച് ജീവിതച്ചെലവും ഉൾപ്പെടും. ബുഡാപെസ്റ്റ് മനോഹരമായ, ചെലവ് കുറഞ്ഞ ഒരു വിദ്യാർത്ഥി നഗരമാണ്. ഈ സ്കോളർഷിപ്പ് കിട്ടിയാൽ ഏതാണ്ട് സൗജന്യമായി ഹംഗറിയിൽ പഠിക്കാം. പക്ഷേ ഇവിടെയും നല്ല ജോലികൾ കുറവാണ്. അവിടെ ജീവിതം സെറ്റ് ചെയ്യാനല്ല, കുറഞ്ഞ ചെലവിൽ ഒരു യൂറോപ്യൻ ബിരുദം നേടാനാണ് ഇത് ഉപകരിക്കുക. 8ാമത്തെ രാജ്യം ലാത്വിയ. ചെറിയ രാജ്യമാണ്, പക്ഷേ ട്യൂഷനും ജീവിതച്ചെലവും വളരെ കുറവാണ്. ബിരുദം യൂറോപ്യൻ യൂണിയനിലാകെ അംഗീകൃതം. പക്ഷേ ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഒരു പൊതുവായ കെണിയുണ്ട്. അവിടെ ശമ്പളം കുറവാണ്, നല്ല ജോലികളും കുറവാണ്. കിഴക്കൻ യൂറോപ്പിൽ തുടക്ക ശമ്പളം വർഷം ഏകദേശം 12 മുതൽ 18 ലക്ഷം രൂപ വരെ മാത്രമേ വരൂ. പടിഞ്ഞാറൻ രാജ്യങ്ങളെക്കാൾ വളരെ കുറവ്. അതുകൊണ്ട് ഭൂരിഭാഗം വിദ്യാർത്ഥികളും പഠനശേഷം നല്ല ജോലിക്കായി ജർമ്മനി പോലുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതായത് ഇവ യൂറോപ്പിലേക്കുള്ള ചെലവ് കുറഞ്ഞ ഒരു വാതിൽ മാത്രമാണ്, അവസാന ലക്ഷ്യമല്ല. ഒരു കാര്യം ഇവിടെ ഊന്നിപ്പറയേണ്ടതുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ പൊതുകെണി ഭാഷയാണ്. ജർമ്മൻ, ഫ്രഞ്ച്, സ്വീഡിഷ് ഈ ഭാഷകൾ അറിയാതെ പല രാജ്യങ്ങളിലും നല്ല ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന പലരും കുറഞ്ഞ ജോലികളിൽ ഒതുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് യൂറോപ്പ് തിരഞ്ഞെടുക്കുന്നവർ പഠനത്തോടൊപ്പം അവിടുത്തെ ഭാഷ കൂടി പഠിക്കാൻ തയ്യാറാകണം. കുറഞ്ഞ ചെലവിനൊപ്പം കിട്ടുന്ന ഏറ്റവും വലിയ അധിക ജോലി അതാണ്. പക്ഷേ അതാണ് ശരിക്കും വിജയത്തിൻ്റെ താക്കോൽ. ഒരു മുന്നറിയിപ്പ് കൂടി. കിഴക്കൻ യൂറോപ്പിൽ യൂണിവേഴ്സിറ്റികളുടെ നിലവാരം വളരെ വ്യത്യാസപ്പെടും. കുറഞ്ഞ ചെലവിൻ്റെ പേരിൽ ചില ഏജന്റുമാർ നിലവാരം കുറഞ്ഞ കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കാറുണ്ട്. അതുകൊണ്ട് ചേരുന്നതിന് മുൻപ് യൂണിവേഴ്സിറ്റിയുടെ നിലവാരം നന്നായി പരിശോധിക്കണം. ഇനി എല്ലാം ഒന്ന് ചേർത്ത് നോക്കാം. ഏറ്റവും കുറഞ്ഞ ചെലവ് വേണമെങ്കിൽ ഹംഗറി, ലാത്വിയ, പോളണ്ട്. ട്യൂഷൻ ഏതാണ്ട് സൗജന്യമായി, ഒപ്പം സ്ഥിരതാമസ സാധ്യതയും വേണമെങ്കിൽ ജർമ്മനി. ഇംഗ്ലീഷിൽ പഠിക്കണമെങ്കിൽ നെതർലൻഡ്സ്, പക്ഷേ താമസം ഉറപ്പാക്കണം. ഉയർന്ന നിലവാരം സ്കോളർഷിപ്പോടെ വേണമെങ്കിൽ സ്വീഡൻ, ഫിൻലൻഡ്. ഓർക്കുക, ഏതാണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നല്ല ജോലി കിട്ടാൻ അവിടുത്തെ ഭാഷ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ യൂറോപ്പ് ശരിക്കും ചെലവ് കുറഞ്ഞതാണോ? അതെ, പക്ഷേ ട്യൂഷൻ സൗജന്യം എന്നത് ഒരു തലക്കെട്ട് മാത്രമാണ്, മുഴുവൻ ബില്ലല്ല. യഥാർത്ഥ ചെലവ് കണക്കാക്കാൻ ഒരു മാസത്തെ ജീവിതച്ചെലവ് പഠിക്കുന്ന വർഷങ്ങൾ കൊണ്ട് ഗുണിക്കുക. അതിനോടൊപ്പം ആദ്യമേ കാണിക്കേണ്ട പണവും ഭാഷ പഠിക്കാനുള്ള അധ്വാനവും കൂടി ചേർക്കുക. ഒരു ഉദാഹരണം, ജർമ്മനിയിൽ ട്യൂഷൻ സൗജന്യമാണെങ്കിലും 2 വർഷത്തെ ജീവിതച്ചെലവും ആദ്യം കാണിക്കേണ്ട 11 ലക്ഷവും കൂട്ടിയാൽ മൊത്തം ഏകദേശം 25 മുതൽ 30 ലക്ഷം രൂപ വരെ വേണ്ടിവരും. എന്നിട്ടും കാനഡയേക്കാൾ കുറവാണ്. ഈ കണക്ക് കൂട്ടിയാൽ യൂറോപ്പ് ശരിക്കും മികച്ച മൂല്യമുള്ളതാണ്. പക്ഷേ ഭാഷ പഠിക്കാൻ തയ്യാറുള്ളവർക്ക്, ജോലി എവിടെയാണെന്ന് മുൻകൂട്ടി ആലോചിക്കുന്നവർക്ക് മാത്രം. 4 ഭാഗങ്ങളിലായി നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ കണ്ടു, അവയുടെ ചെലവ്, കെണികൾ, സാധ്യതകൾ. അടുത്ത അവസാന ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തും. ഇത്രയും വിവരങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ശരിയായ തീരുമാനം എങ്ങനെ എടുക്കാം? ഒരു കാര്യം കൂടി, കേരള ഡീകോഡഡിൽ ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയാറില്ല. ഞങ്ങൾ ചെയ്യുന്നത് ഡാറ്റ ജേർണലിസമാണ്. വസ്തുതകളും കണക്കുകളും പക്ഷപാതമില്ലാതെ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു, നിങ്ങൾക്ക് സ്വയം ശരിയായ തീരുമാനമെടുക്കാൻ. ഇത്തരം സത്യസന്ധമായ, പക്ഷപാതമില്ലാത്ത കണക്കുകൾ തുടർന്നും കിട്ടാൻ കേരള ഡീകോഡഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു രക്ഷിതാവിനെങ്കിലും ഷെയർ ചെയ്യൂ. കണ്ടതിന് നന്ദി.